കർത്താവിന്റെ ദാസൻ ക്രിസ്തു ചെറിയാൻ ഇപ്പോഴൊരു ഗാനം ആലപിക്കും. പാട്ടിനായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ നമുക്ക് ശ്രമിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട പ്രയർ ലൈനിൽ ഇളയവനും കടന്നു വരുവാൻ കർത്താവ് പ്രകാരം അവസരം ഒരുക്കാനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിന്റെ അവസാന നാളുകളിലേക്ക് കർത്താവ് നമ്മളെ സുരക്ഷിതമായി അവിടുന്ന് ഇത്രത്തോളം കൊണ്ടുവരുവാൻ കർത്താവ് അവിടുന്ന് കൃപ ചെയ്തു. അവിടുന്ന് മനസ്സ് തോന്നി നമ്മുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിക്കാലം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. എത്രയോ പ്രിയപ്പെട്ടവർ, എത്രയോ ആയിരങ്ങൾ, എത്രയോ രാഷ്ട്രങ്ങൾ നമ്മൾ നോക്കിയാൽ ഈ സമയം വളരെ ദുഃഖത്തിലായിരിക്കുന്നു, വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. എന്നാൽ നമ്മൾ അവരെക്കാൾ ഒട്ടും വിശേഷത ഉള്ളവരല്ല. പിന്നെയോ ദൈവത്തിന്റെ കരുണ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ കർത്താവ് ഇത്രത്തോളം സൂക്ഷിച്ചത്. ഈ ദേശത്ത് കർത്താവ് സമാധാനം നൽകിയത്. കർത്താദാസൻ പറഞ്ഞ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും വളരെ ശ്രദ്ധയോടെ കേട്ടപ്പോൾ ഓർത്തു, അർഹിക്കാത്ത എത്ര നന്മകൾ കർത്താവ് തന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ വീക്ക് എന്ന് പറയുന്നത് അമേരിക്ക മുഴുവൻ താങ്ക്സ് ഗിവിംഗ് ആയിട്ട് അവിടുന്ന് ആഘോഷിക്കുകയാണ്. തിരുവചന പ്രകാരം പറയാൻ നിങ്ങൾ നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കും. അവൻ സ്തോത്രം. നന്ദികേട് ഒരിക്കലും ദൈവം പൊറുക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഇന്ന് രാത്രികാലം 103 സങ്കീർത്തനക്കാരനോട് നമുക്കും ചേർന്ന് പറയാം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്, ഒന്നും. ആമേൻ, സ്തോത്രം. ഹലോ, ഇന്ന് രാത്രിക്കാലം നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. നമുക്കറിയാവുന്ന ചില പാട്ടിന്റെ വരികൾ ഒരുമിച്ച് ചേർന്ന് പാടി ഇന്ന് രാത്രികാലം കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അത്ര സവിശേഷമായ ഒരു അവസ്ഥയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ അസമാധാനത്തിന്റെ കാലത്തും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ, ആമേൻ, നമ്മളെ നിർമ്മിച്ച കർത്താവിന്റെ മുമ്പിൽ ഇന്ന് രാത്രികാലം പാട്ടോടെ കടന്നു വരുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളെ തട്ടിക്കൊണ്ട് നമുക്ക് ഈ അടുത്ത ഗാനത്തിന്റെ വരികൾ നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ, സ്തോത്രം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവകൃപയാൽ, നിർത്തിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ
തീരാത്ത വൻകൃപകൾ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ആമേൻ. നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കാരം പിടിച്ചു എന്നെ നടത്തുന്നതാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തുന്നതാ. വൈഷമ്യമേടുകളിൽ കാരം പിടിച്ചു എന്നെ നടത്തുന്നതാ. ഓ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ആമേൻ. നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. രാത്രികാലം നമുക്ക് ആ വരികൾ ഒരു പ്രാവശ്യം കൂടെ ആമേൻ സ്തോത്രം നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു സാക്ഷ്യം എന്നവണ്ണം നമുക്ക് ചേർന്ന് അവിടുന്ന് ഒരുമിച്ച് നമുക്ക് ധ്യാനിച്ചുകൊണ്ട് പാടാം. കർത്താവേ, ഞങ്ങൾ നിന്നത് ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളെ കർത്താവേ സ്തോത്രം അങ്ങ് നിർത്തിയതാണ്. ഞങ്ങളുടെ ബലം കൊണ്ടല്ല ഞങ്ങൾ ഇത്രത്തോളം വന്നത്, അങ്ങയുടെ കൃപയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അർഹിക്കാത്ത നന്മകൾ, അത് ആത്മീയവും ഭൗമികവും ശാരീരികവും മാനസിക എല്ലാ തലങ്ങളെയും അവിടുന്ന് കർത്താവ് അനുഗ്രഹിക്കുകയും നമ്മളെ ഇത്രത്തോളം ജയോത്സവമായി ക്രിസ്തുയേശുവിൽ നമ്മളെ നടത്തിയ ദൈവത്തിന് ഇന്ന് രാത്രികാലം നമുക്ക് മഹത്വം കൊടുത്തിക്കൊണ്ട് നമുക്ക് ആ വരികൾ ഒരു പ്രാവശ്യം കൂടെ പറയാം. പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെന്നെ വീണ്ടെടുത്തവനെ, വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. കൃപയേ വർണ്ണിപ്പാന സാധ്യമേയത്. ഓ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത്. നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല. യേശുവപ്പാ, അങ്ങയുടെ കരങ്ങൾ മാത്രമാണ് ഞങ്ങളെ നടത്തിയത്. തുടർന്നും ഞങ്ങളെ നടത്തണം കർത്താവേ. അങ്ങ് ശക്തനായിരിക്കാൻ സ്തോത്രം. മഹത്വം അങ്ങക്ക് തന്നെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ തീ ഇറക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാകുന്നു രാത്രി കാലം കർത്താവിന്റെ ദാസൻ പാടിയ ഹല്ലേലൂയ. ആ പാട്ടിന്റെ ഓരോ വരികളും നമുക്ക് എപ്പോഴും പാടുവാൻ നാം ഹല്ലേലൂയ അർഹതപ്പെട്ടവരാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പാട്ട് ശുശ്രൂഷ എന്ന് പറയുന്നതിന് അതിൻ്റെതായ വലിയ ശ്രേഷ്ഠത ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവഭക്തനായിട്ട് ഇരിക്കുന്ന ദാവീദ് ഹല്ലേലൂയ താൻ ഉണ്ടാക്കിയ വാദ്യങ്ങളാൽ യഹോവയെ സ്തുതിപ്പാൻ തന്നെ 4000 പേരെ ശുശ്രൂഷ ചെയ്യുവാൻ സ്തോത്രം ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ഓരോ സെക്ഷനിലും ഹല്ലേലൂയ ആൾക്കാരെ നിർത്തുമ്പോൾ സ്തോത്ര ശുശ്രൂഷ ദൈവത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുവാൻ
വാദ്യോപകരണങ്ങളെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിപ്പാൻ 4000 പേര് ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം പാടിയ പാട്ട് എത്ര അനുഗ്രഹിക്കപ്പെട്ട പാട്ടാകുന്നു. സ്തോത്രം. നമ്മുടെ ഹൃദയം എപ്പോഴും നന്ദിയുള്ള ഒരു ഹൃദയം, താഴ്മയുള്ള ഹൃദയം, നിർമ്മലമായ ഹൃദയം, പരമാർത്ഥ ഹൃദയം, നിഷ്കളങ്ക ഹൃദയം, ഹല്ലേലൂയ ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു ഹൃദയം. ഹല്ലേലൂയ ഓർമ്മിപ്പിച്ചതുപോലെ ഈ 11ാം മാസം ഹല്ലേലൂയ ഈ സമയം വരെ നമ്മളെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന്റെ കരങ്ങളാണ്. അത് കണ്ടുകൊണ്ട് വേണം നാം ദൈവത്തെ സ്തുതിക്കുവാൻ. നമ്മുടെ ദൈവം ആരാണെന്ന് അറിഞ്ഞു വേണം ദൈവത്തെ സ്തുതിക്കുവാൻ. ഹല്ലേലൂയ പാട്ട് പാടിയപ്പോൾ സകല മഹത്വവും നമ്മുടെ കർത്താവ് എടുത്തുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ കഴിക്കുന്ന ഓരോ സ്തുതി സ്തോത്രങ്ങളും ഊനമില്ലാത്തതായിരിക്കണം. നമുക്ക് വേണ്ടി സകല ജനത്തിനും വേണ്ടി ഊനമില്ലാത്ത ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു. അത് ക്രിസ്തു തന്നെ. യേശു ക്രിസ്തു പവിത്രനും നിർദോഷനും നിർമ്മലനും പാപികളോട് വേർപെട്ടവരുമായിരുന്നു. ഹല്ലേലൂയ. അതിവിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുപാടി ദൈവത്തെ മാറ്റപ്പെടുത്തുക സ്ഥിതിപ്പാടിയായല്ലോ. പാട്ടുപാടിയപ്പോൾ സകല മഹത്വ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ പകർന്ന മഹത്വം എല്ലാം കർത്താവ് എടുത്ത് പാട്ടുപാടിയ കർത്താവിന്റെ ദാസിനെ കുടുംബമായി കുഞ്ഞുങ്ങളെയും ദൈവത്തിനും ദൈവസഭയ്ക്കും മുഖലോമ പ്രേരണയിലും എത്ര അനുഗ്രഹിക്കുന്ന മാതാപിതാക്കളായി കുടുംബക്കാർ, വീട്ടുകാർ, ചേർച്ചക്കാർ, സ്നേഹ സൗകര്യങ്ങളെല്ലാം കർത്താവ് ദീർഘായുസ്സോടെ താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ബഹുമാനം ദൈവനെ സൂക്ഷിപ്പാൻ പോകുന്ന ദൈവഭക്തനെ നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വചനത്തിന്റെ വാതിൽ തുറന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സാഹിത്യത്തിന്റെ ശബ്ദത്തെ ആത്മാവിൽ ചുരുക്കമായി പ്രാർത്ഥിക്കാതെ പിതാവെന്നുള്ള സമയത്തിനാ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. വേണ്ടി ഞങ്ങൾക്കൊരവസരം തന്നുവല്ലോ. ഞങ്ങൾ ഇന്ന് കാലം കർത്താവെ ഞങ്ങൾ സൂക്ഷിച്ച കർത്താവിന്റെ വൻ കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങൾ കേട്ട പാട്ട് പോലെ എത്രമാത്രം ഞങ്ങൾ നന്ദി പറഞ്ഞാലും കർത്താവ് ഏഴയുടെ നന്ദികേടുകളെയൊക്കെ ക്ഷമിക്കണമേ. യേശുവിന്റെ രക്തത്താൽ ഒന്നുകൂടെ കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവെ. ലീഡിയ എന്ന കർത്താവിന്റെ ദാസനെ നീ അനുഗ്രഹിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇനി ഞങ്ങൾ ദൈവവചനം കേൾക്കാൻ പോകുന്നു. ആമേൻ. സമർത്ഥമായ അനുഗ്രഹിക്കപ്പെട്ട ആയിട്ടുള്ള ആമേൻ ദൈവശക്തിയിലെ കർത്താവെ ആ ദൈവവചനം പറയുവാൻ ഏത് ആത്മാവിനാൽ അത് എഴുതപ്പെട്ടു ആത്മാവിനാൽ തന്നെ അത് പറഞ്ഞ് ഞങ്ങൾക്കും കൂടെ അതിൻ്റെതായിട്ടുള്ള വലിയ അനുഗ്രഹവും വിടുതലും ലഭിപ്പാൻ കർത്താവിന്റെ ദാസനെ നീ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാക്കണമേ. വചനം ഹാലയിൽ കേൾക്കുവാൻ കാത്തിരിക്കുന്നതിന്റെ ജനത്തെ എല്ലാം അനുഗ്രഹിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. വചനം കേൾപ്പാൻ കൊതിക്കുന്ന നാളുകൾ ദേശത്തിലേക്ക് വരുവാൻ പോകുന്നു. അല്ലെങ്കിൽ അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി ദൈവത്തിന് പാതപീഠം. ആ പാതപീഠത്തിൽ കൃപാസനത്തിന് മുമ്പ് ധൈര്യത്തോടെ ആയിരിക്കുമ്പോൾ സീറ്റിൽ നിന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഡോക്ടർ ജോൺ വർഗീസ് ഹല്ലേലൂയ ദൈവനെ ശുശ്രൂഷിക്കും. ആദരവോടും സ്നേഹത്തോടും കിലോമാത്രയിലേക്ക് കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ ക്ഷണിക്കുന്നവർക്ക് ഭയഭക്തിയോടും വിറയലോടും വളരെ പ്രാർത്ഥന സഞ്ചരിക്കാം. കർത്താവ് നമ്മളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാവും. വചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ ക്ഷണിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് സന്ധ്യയെങ്കിൽ 1-2 വേദഭാഗങ്ങൾ വായിച്ചിട്ട് കർത്താവ് എനിക്ക് ഏൽപ്പിച്ചതായ ദൂത് പറയുവാൻ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുകയാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗവും 27 മുതൽ 34 വരെയുള്ള വേദഭാഗവും വായിച്ച് സഹായിക്കണം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം. അപ്പോൾ സഭയൊക്കെയും ഉറക്ക നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും
കൊള്ളയായി പോകുമല്ലോ. മിസ്രൈമിലേക്ക് മടങ്ങി പോവുകയല്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നാം ഒരു തലവനെ നിയമിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോക എന്നും അവർ തമ്മിൽ പറഞ്ഞു. 27 വാക്യം മുതൽ 34 വാക്യം. ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും. ഇസ്രയേൽ മക്കൾ എനിക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറവീൻ, ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എന്റെ നേരെ പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കുകയില്ല. എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. നിങ്ങളോ നിങ്ങളുടെ ശവം ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 വർഷം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവൃത്ത ഭംഗം വഹിക്കും. ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിനുള്ള 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയും. നമുക്ക് പ്രാർത്ഥിക്കാൻ. കരുണയുള്ള കർത്താവേ, തിരുവചനം സ്വർഗത്തിൽ സ്ഥിരമാണ്, മാറ്റമില്ലാത്ത വചനമാണ് ഏഴകൾ വായിച്ചത്. തിരുവചനത്തിൽ കൂടെ അവിടുത്തെ ജനത്തിന് വിളമ്പിക്കൊടുക്കുവാനുള്ള ദൂത് ഏഴയ്ക്ക് നൽകുകയും അത് വിളമ്പിക്കൊടുക്കുവാനുള്ള അഭിഷേകം അധരത്തിലും ബുദ്ധിയിലും നൽകുകയും ചെയ്യണമേ. പ്രാർത്ഥനയോടെ അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്ന അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കുന്നു. സമൃദ്ധിയായ ഒരു അനുഭവം ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്നെ തിരുനാമം മഹിമപ്പെടുകയും ദുഷ്ടശക്തികൾ സ്പർശിക്കപ്പെടുകയും അവിടുത്തെ ജനം അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. മഹത്വം അങ്ങേക്ക്, യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം വായിച്ചതായ വേദഭാഗങ്ങളാണ്. ഹല്ലേലൂയ. അതിലെ ചില വാക്യങ്ങൾ മാത്രമാണ് ഇന്ന് സന്ധ്യയെങ്കിൽ വായിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവെ എന്നെ ഹേമിച്ചത്. നമുക്കേവർക്കും നന്നായി അറിയാവുന്ന ഒരധ്യായമാണ് സംഖ്യാപുസ്തകം 13, 14 അധ്യായങ്ങളൊക്കെയും. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടാക്കിയതായ ഹല്ലേലൂയ, സ്തോത്രം, അവസ്ഥയെ വെളിപ്പെടുത്തുന്നതാണ് ഹല്ലേലൂയ സംഖ്യാപുസ്തകം 13, 14 അധ്യായങ്ങൾ. 34 വാക്യം 14 അധ്യായത്തിന്റെ ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയും. പലപ്പോഴും വളരെ ഭയത്തോടുകൂടെയാണ് ഈ വേദവാക്യം ഞാൻ വായിക്കാറുള്ളത്. അതിൽ 1-2 കാര്യങ്ങളുണ്ട്. 40 ദിവസമാണ് 12 ഒറ്റുനോക്കുകാർ ഓരോ ഗോത്രത്തിൽ നിന്നും മോശ അയച്ച് ആ വാഗ്ദത്ത ദേശം ഒറ്റുനോക്കി വന്നതിന് ശേഷം ദേശം മനോഹരമാണ്. കർത്താവ് പറഞ്ഞതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശമാണ്. മലകളും താഴ്വരകളും ഉള്ള ദേശമാണ്. മാതളപ്പഴവും അതുപോലെ തന്നെ പൊന്നു വിളയുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ എന്നൊക്കെയും പറഞ്ഞ് ഹല്ലേലൂയ ദേശത്തിന്റെ നന്മ പറഞ്ഞെങ്കിൽ തന്നെയും അവിടെ പാർക്കുന്ന അനാക്യ മല്ലന്മാരെ ജാതികളൊക്കെ മനുഷ്യരെ വിഴുങ്ങിക്കളയത്തക്കവണ്ണം ശക്തന്മാരാണ്. നമുക്കത് പിടിച്ചടക്കുവാൻ കഴിയുകയില്ല എന്ന്
10 പേര് പറഞ്ഞപ്പോൾ യോശുവയും കാലേബും അവർ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നു. എഫ്രയീം ഗോത്രക്കാരനായ യോശുവയും യഹൂദ ഗോത്രക്കാരനായ കാലേബും ദൈവസന്നിധിയിൽ ഉറച്ചു നിന്ന് ശാസിച്ചു. ആ സന്ദർഭത്തിൽ ഉണ്ടായ സംഗതികളാണ് 13, 14 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിനെ എന്നെ ഏൽപ്പിച്ചതായ ദൂത് ഗോഡ് ഓഫ് ജനറേഷൻ, തലമുറകളുടെ ദൈവം എന്നുള്ള ആ ദൂതാണ് ഇന്ന് രാവിലെ എന്നിൽ കർത്താവെ പ്രകാശിപ്പിച്ചു തന്നത്. അല്പസമയം ആ ദൂത് പറഞ്ഞതിന് ശേഷം ദൈവസന്നിധിയിൽ ഇരിക്കാമെന്നാണ് ഞാൻ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. 40 ദിവസമാണ് ഈ 12 പേർ ദേശത്തിന്റെ നെടുകയും കുറുകയും നടന്ന് ഒറ്റുനോക്കിയത്. പലപ്പോഴും നമ്മളും അങ്ങനെയൊക്കെയാണ്. ഇന്ന് രാവിലെയും ദൈവവചനത്തിലെ വാഗ്ദത്തങ്ങൾ നെടുകയും കുറുകയും ഒക്കെ നടന്ന് എത്തി നോക്കുവാൻ എനിക്കിടയാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ നമുക്ക് ഒക്കെയും അങ്ങനെ ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി നമ്മളോട് തന്നെ നാം ചോദിക്കേണ്ടതായ ഒരു കാര്യം, ഈ വായിക്കപ്പെട്ടതും നമുക്ക് നൽകിയിരിക്കുന്നതുമായ വാഗ്ദത്തങ്ങൾ നാം ദിവസേന വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വാഗ്ദത്തങ്ങൾ അതെനിക്കുള്ളതാണ്, അത് വിശ്വാസത്താൽ എനിക്ക് പ്രാപിക്കുവാൻ സാധിക്കും എന്ന് നമ്മളിൽ, ഞാൻ ഉൾപ്പെടെ നമ്മളിൽ എത്ര പേർ ആ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തു എന്നുള്ളതാണ് പ്രധാന വിഷയമായിട്ടിരിക്കുന്നത്. ഈ 12 പേരെ വാഗ്ദത്തങ്ങളെ പറ്റി ഒരു കുറവും പറയുന്നില്ല. മനോഹരമായ ദേശമാണ്. ഹല്ലേലൂയ, സ്തോത്രം. മുന്തിരിപ്പഴത്തിന്റെ കുലകളെ ഒരാൾക്ക് തന്നെ വഹിക്കുവാൻ വയ്യാത്തത് കൊണ്ട് കമ്പിൽ കെട്ടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ എത്ര മനോഹരമായി ദേശത്തെ പറ്റി അവർ പറഞ്ഞു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പറ്റി നമുക്കാർക്കും ഒരു സംശയവുമില്ല. എന്നാൽ നമുക്ക് സംശയമുള്ളത് എനിക്കിത് പ്രാപിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളെയും മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും യഹോവയായ ദൈവം വിളിച്ച് കൊണ്ടുവന്നത് അത് അവകാശമാക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളത് അവർ മറന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സന്ധ്യയെങ്കിൽ നാം ദൈവസന്നിധിയിൽ എടുക്കേണ്ട തീരുമാനമെന്ന് പറയുന്നത് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന രോഗസൗഖ്യം, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ്, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവ സാന്നിധ്യം, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അതെനിക്കുള്ളതാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ട് യോശുവയെ പോലെ കാലേബിനെ പോലെ, അല്ലെങ്കിൽ എന്റെ ദാസനായ കാലേബോ അവൻ വേറൊരു സ്വഭാവമുള്ളവനായിരുന്നു. അവൻ യഹോവയോട് പറ്റി നിന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിനോട് പറ്റിയിരുന്ന് ചിലത് പ്രാപിക്കുവാൻ തക്കവണ്ണം, അങ്ങനെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. അവരാരും വാഗ്ദത്ത ദേശത്തെ പറ്റി ഒരു ദോഷം പറഞ്ഞില്ല. വാഗ്ദത്തം പിടിച്ചടക്കുവാൻ അവർക്ക് സാധിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. നമ്മളും പലപ്പോഴും അങ്ങനെയൊക്കെയാണ്. ഈ വാഗ്ദത്തങ്ങൾ, ഈ രോഗസൗഖ്യം, ഈ അനുഗ്രഹം, എന്റെ തലമുറയുടെ മേലുള്ള അനുഗ്രഹം, ഇവയൊന്നും പ്രാപിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, ഇത് മറ്റാർക്കോ വേണ്ടി ഉള്ളതാണ് എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. ഇന്ന് രാത്രിയിൽ അങ്ങനെയല്ല. അത് എനിക്കുള്ളതാണ്. ഈ വചനം എനിക്കുള്ളതാണ്. എന്നെ കർത്താവ് വിളിച്ചതാണ്. അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ചതാണ്. എന്റെ തലമുറയ്ക്കുള്ളതാണ് എന്ന് നാം ഓരോരുത്തരും ഏറ്റെടുക്കുകയാകുന്നുവെങ്കിൽ എത്ര അനുഗ്രഹമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. 34 വാക്യത്തിലേക്ക് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഈ 34 വാക്യത്തിൽ നിന്നും ഒരു ദൂത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. 34 വാക്യത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. എന്റെ അകൽച്ച നിങ്ങൾ അറിയും. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, എന്റെ അകൽച്ച നിങ്ങൾ അറിയും. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അടുത്തിരിക്കുന്ന ഒരു ജാതി ഇതുപോലും വേറെ ഏതുണ്ട്
എന്നാണ് ഹല്ലേലൂയ നമുക്ക് അറിയേണ്ടത്. അങ്ങനെയാണ് മറ്റ് ജാതികൾ നമ്മളെ കാട്ടി പറയേണ്ടത്. ഓ, ഹെബ്രോൻ സഭയിലേക്ക്, ഈ ഇന്ന ആളിന്റെ ഭവനത്തിലേക്ക്, ഇന്ന ദേശത്തിലേക്ക്, ഇന്ന ചർച്ചിലേക്ക്, ഇന്ന വ്യക്തിയിലേക്കൊന്ന് പോയി ദൈവത്തോട് അടുത്തിരിക്കുന്ന, യഹോവ അടുത്തിരിക്കുന്ന ഒരു വ്യക്തി, യഹോവയോട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന ഒരു സാക്ഷ്യം ഹല്ലേലൂയ സ്തോത്രം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇസ്രായേൽ മക്കളിൽ നിന്നും ദൈവം അങ്ങ് അകന്നുപോയി. ദൈവം അങ്ങ് അകന്നു പോയപ്പോഴാണ് 40 വർഷം വാഗ്ദത്തം പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം അവർ മാത്രമല്ല അവരുടെ തലമുറകളും ഈ മരുഭൂമിയിൽ കൂടെ ഉഴന്ന് നടക്കേണ്ടി വന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക. നാം രാവും പകലും അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവ് അകന്നിരിക്കുക, പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല എന്നിരിക്കുക. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വല്ല വിശേഷതയുമുണ്ടോ? അല്ല, നാം കർത്താവിനോടുകൂടെ നടക്കാതെ നമ്മുടെ സ്വന്തം വഴികളിൽ നടന്ന് കർത്താവ് നമ്മളിൽ നിന്ന് അകന്നിരിക്കുകയാണെങ്കിൽ ഈ മരുഭൂപ്രയാണം നാം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വളരെ പ്രസംഗിച്ചത് കൊണ്ട് പ്രയോജനമുണ്ടോ? വളരെ പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രയോജനമുണ്ടോ? ദൈവം അടുത്തിരുന്നാൽ ഹല്ലേലൂയ, വിളിക്കുന്നതിന് മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം അരുളും എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം അരുളുന്ന കർത്താവേ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന അധരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം നൽകുന്ന കർത്താവേ. എങ്ങനെയാണ്? കർത്താവ് നമ്മോടെ അടുത്തിരിക്കുമ്പോൾ. ഹല്ലേലൂയ സ്തോത്രം. അടുത്തിരിക്കാതിരിക്കത്തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം ഈ സഭയെ പറ്റി പറയുന്നത് അവരുടെ അവിശ്വാസമാണ്. ദൈവത്തിൽ അവർക്ക് ആശ്രയമില്ലാതെ വന്നതാണ്. ലോകത്തിന്റെ ശക്തികളെ ഹല്ലേലൂയ കണ്ടേ അവർ ഭയന്നു പോയതാണ്. ഹല്ലേലൂയ, ദൈവശക്തിയേക്കാൾ അപ്പുറമായി ലോകശക്തിയെയാണ് അവർ വില കൊടുത്തത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. ചെങ്കടൽ വിഭാഗിച്ച ദൈവം, മരുഭൂമിയിൽ കൂടെ ഹല്ലേലൂയ അവരെ ഇത്രത്തോളം നടത്തിയ ദൈവം, പാറയിൽ നിന്ന് വെള്ളം നൽകിയ ദൈവം, മന്ന കൊടുത്ത ദൈവം, ഈ ദൈവത്തെ അവരങ്ങ് മറന്നുപോയി. ദിവസം തോറും പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടും നമ്മുടെ കർത്താവിനോട് അടുത്തിരിക്കാതെ അകന്നിരിക്കുന്ന ഒരനുഭവം പലപ്പോഴും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇസ്രായേൽ മക്കളെ പറ്റി മാത്രമല്ല, നമ്മളൊക്കെയും പല സന്ദർഭങ്ങളിലും അങ്ങനെയുള്ളവരാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ഈ 14-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അവർ പിറുപിറുത്തുകൊണ്ട് ഇരിക്കുമ്പോൾ അതിന്റെ 3-ാം വാക്യത്തിൽ അവർ പറയുന്നത് ശ്രദ്ധിച്ചോടുകൂടെ കേൾക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 3-ാം വാക്യം, വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തിനെ? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുകയല്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അവരുടെ 3 കാര്യങ്ങളാണ് 3-ാം വാക്യത്തിൽ പറയുന്നത്. ഞങ്ങളൊക്കെ വാളാൽ ഈ ജാതികളാൽ പട്ടുപോകും. രണ്ടാമതായി, ഞങ്ങളുടെ ഭാര്യമാരെ എല്ലാം അവർ കൊള്ളയായി കൊണ്ടുപോകും. മൂന്നാമതായി, ഞങ്ങളുടെ തലമുറകൾ അവർക്ക് അടിമകളായി തീരും. പിന്നെന്തിനാണ് ഞങ്ങൾ വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്നത്? മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാം, ഒരു നേതാവിനെ തെരഞ്ഞെടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോയി ക്ഷമായാചന ഒക്കെ ചെയ്ത് അവരുടെ അടിമയായി ഇരിക്കാം എന്നുള്ള ചിന്തയിലേക്ക് അവർ മടങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തോടെ അനുരൂപമാകാതെ, മിസ്രൈമാകുന്ന ഈ ലോകത്തോടെ അനുരൂപമാകാതെ, ഈ ലോകത്തിലേക്ക് മടങ്ങിപ്പോകാതെ കർത്താവ് എന്തൊന്നിനായി നമ്മെ വിളിച്ചുവോ, ഹല്ലേലൂയ സ്തോത്രം, ആ വിളിക്ക് അനുസരണമായി മുമ്പോട്ട് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് ഇനിയും 31-ാം വാക്യം വായിക്കാം. 3-ാം വാക്യവും
31 വാക്യവും ഒന്നോടൊന്ന് ചേർന്ന് കിടക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. 3 വാക്യത്തിന്റെ ഉത്തരം യഹോവയായ ദൈവം കൊടുക്കുന്നതാണ് 31 വാക്യത്തിൽ. എന്നാൽ കൊള്ളയായി പോകുമെന്ന്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും കൊള്ളയായി പോകും എന്നാണ് അവരെ ദൈവത്തോട് പിറുപിറുത്തത് 3 വാക്യത്തിൽ. ഇപ്പൊ കർത്താവ് അവരോട് പറയുകയാണ്, കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. ഗാഡ് ഓഫ് ജനറേഷൻ എന്ന് ഈ വാക്യത്തിൽ കൂടെയാണ് ഹല്ലേലൂയ ഒരു ടൈറ്റിൽ പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഒരു തലമുറ നശിക്കുമ്പോൾ നാശത്തിൽ നിന്നും അവകാശം പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു തലമുറയെ ദൈവം ഒരുക്കിയെടുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിൽ തീരുമാനിക്കേണ്ടത്, നാം നശിക്കുകയല്ല, നാം മാതൃകയായി ഇരുന്നു കൊണ്ട് നമ്മുടെ ഒരു തലമുറയെ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഏൽപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഈ ലോകത്തോട് അനുരൂപമാകാതെ നന്മയും ദൈവഹിതവും എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ച് കർത്താവിന്റെ വഴികളിൽ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ അവിശ്വാസമുള്ള തലമുറകളെ ഹല്ലേലൂയ, സ്തോത്രം, എന്താണ് യഹോവയായ ദൈവം വിളിക്കുന്നത് എന്ന് ഞാൻ ഇവിടെ പ്രത്യേകമായി എടുത്തൊന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് 27 വാക്യം മുതൽ വായിക്കുവാൻ പറഞ്ഞത്. ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതേ വാക്യം തന്നെ അതേ കാര്യം തന്നെ 35 വാക്യത്തിൽ, എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോടെ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവിശ്വാസത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കാതെ, ഓ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തോടെ പിറുപിറുക്കുന്നവരെ ദൈവം കാണുന്നത് ഒരു ദുഷ്ടസഭ എന്നുള്ളതാണ്. ഹല്ലേലൂയ. നാം ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ നമുക്ക് എത്ര പ്രായമായാലും, കാലേബിനെ പോലെ 80 വയസ്സായാലും ഹെബ്രോൻ മല പിടിച്ചടക്കുവാനുള്ള ശക്തിയും പുഷ്ടിയും കർത്താവ് നമുക്ക് തരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരപുഷ്ടിയല്ല കർത്താവ് നോക്കുന്നത്, നമ്മുടെ അകത്തെ മനുഷ്യന്റെ പുഷ്ടിയാണ് കർത്താവ് നോക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മെ ഹല്ലേലൂയ, സ്തോത്രം, ചില നന്മകൾക്ക് വേണ്ടി, ചില വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കർത്താവെ നിന്നോട് പറ്റിയിരിപ്പാനും നിന്റെ കൃപകൾ പ്രാപിപ്പാനും എനിക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കലും കർത്താവെ അങ്ങയോട് അകന്നിരിപ്പാനോ അങ്ങ് എന്നിൽ നിന്ന് അകന്നിരിപ്പാനോ ഇടയാകരുത്. ദൈവം അകന്നു പോയാൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. ദൈവം അകന്നു പോയാൽ ബാക്കിയെല്ലാം നമുക്കുണ്ടെങ്കിലും നാം വെറും 0 മാത്രമാണ്. ദൈവം നമ്മോട് പറ്റിയിരുന്നാൽ മറ്റൊന്നും നമുക്കില്ല എങ്കിലും നാം ധന്യരാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് യഹോവയായ ദൈവം തലമുറയോടുള്ള ബന്ധത്തിൽ പറയുന്നത്, തലമുറകളെ നക്ഷത്രങ്ങൾക്ക് തുല്യമായിട്ടാണ്. ഉൽപ്പത്തി പുസ്തകം 14-15 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ലോത്തിനെ രക്ഷിച്ച് രാജാക്കന്മാരെ തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രഹാമിനെ യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെട്ടു പറയുകയാണ്, അബ്രഹാമെ നീ ഒരു യാഗം കഴിക്കണം. ആ യാഗം കഴിക്കുന്നതാണ് ഹല്ലേലൂയ, സ്തോത്രം, 15 അധ്യായത്തിൽ കാണുന്നത്. 5 യാഗവസ്തുക്കളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. പഞ്ചയാഗങ്ങളാണ് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പാപയാഗം, അകൃത്യയാഗം, സമാധാനയാഗം, ഭോജനയാഗം, ഇങ്ങനെയുള്ള 5 യാഗങ്ങളാണ് ഹല്ലേലൂയ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 5 യാഗങ്ങളും കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ക്രിസ്തുയേശുവിൽ നിവർത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ നിവർത്തീകരിക്കപ്പെടുന്ന യാഗങ്ങൾ വെളിപ്പെടുത്തത്തക്കവണ്ണം 5 യാഗവസ്തുക്കളെയാണ്
15-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷിയെ പിളർന്നില്ല എന്നൊക്കെ അവിടെ പറയുന്നത് വലിയ പാപമായിട്ടാണ് പലപ്പോഴും പറയുന്നത്. ഞാൻ ദൈവവചനം പഠിച്ചിട്ടുള്ളതിൽ അങ്ങനെ കാണുന്നില്ല. പാപയാഗത്തെ പറ്റി പറയുമ്പോൾ പാപയാഗം കഴിക്കുന്ന പക്ഷിയെ പിളർക്കരുതേ എന്നാണ് ലേവ്യ പുസ്തകത്തിൽ പറയുന്നത്, വ്യക്തമായി പറയുന്നത്. അപ്പോൾ ആ പക്ഷിയെ അവിടെ പിളർക്കാതിരുന്നതല്ല പാപം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ യാഗത്തിൽ പാപം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടത്തില്ലായിരുന്നു. ദൈവം യാഗത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നത് തന്റെ തലമുറ കടന്നു പോകുവാൻ പോകുന്നതായ ആ വലിയ ദുരന്തത്തെ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി ഉള്ള ഒരു നിഴലായിട്ടാണ്. നാം വെളിപ്പാടുകളും ദർശനങ്ങളും മറ്റുമൊക്കെയും തിരുവചനത്തിന് അടിസ്ഥാനമായി പഠിക്കുമ്പോൾ അത് നമുക്ക് ശരിക്കും മനസ്സിലായി പഠിക്കുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് അബ്രഹാം അതിനു മുമ്പേ യഹോവയായ ദൈവത്തോട് പറയുകയാണ്, യഹോവയായ കർത്താവേ, അവിടുന്ന് എന്നെ വിളിച്ചു, ഈ ദമ്മേസേക്കുകാരനായ ഏലിയാസർ എന്റെ അവകാശിയായി മാറുമോ? അങ്ങനെ എനിക്കൊരു തലമുറ തന്നിട്ടില്ലല്ലോ. അപ്പോഴാണ് പറഞ്ഞത്, വെളിയിലോട്ട് കൊണ്ടുവന്ന്, രാത്രിയായിരുന്നു, വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ നോക്കുക, ഈ നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ ഹല്ലേലൂയ നിന്റെ തലമുറയെയും എണ്ണാം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിലെ പല സ്ഥലങ്ങളിലാണ് ഇസ്രയേൽ മക്കളെ നക്ഷത്രങ്ങളായി പറഞ്ഞിരിക്കുന്നത്. ഒരു നീതിമാനെ നക്ഷത്രമായിട്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് വലിയ ഉദാഹരണമാണ് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഹല്ലേലൂയ. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും അനേകരെ നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെയും എന്നാണ് ഹല്ലേലൂയ ദാനിയേലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ബാബേലിൽ പാപം മുഖാന്തരം അടിമകളായി തീർന്നതായ ഇസ്രയേൽ മക്കൾ അവരുടെ ഇടയിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ഒരു ഭക്തനെ, ഒരു ബുദ്ധിമാനെ, ഒരു നീതിമാനെ ദൈവം ഉയർത്തി കാണിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയിലെ ഞാൻ ഏതവസ്ഥയിലായിരുന്നാലും എന്റെ ചുറ്റുപാടും ബാബേലാണ് ഉള്ളതെങ്കിൽ തന്നെയും, ഹല്ലേലൂയ, നെബൂഖദ്നേസറാണ് ഭരിക്കുന്നതെങ്കിൽ തന്നെയും, പാപം കൊണ്ട് മൂടപ്പെട്ട ഒരു ചുറ്റുപാടിലാണെങ്കിൽ തന്നെയും ഞാൻ ദാനിയേലിനെ പോലെ ഒരു നക്ഷത്രത്തെ പോലെ ആകാശമണ്ഡലത്തിൽ പ്രശോഭിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നക്ഷത്രങ്ങളെ 2 രീതിയിൽ കാണുവാനായിട്ട് ഒത്തിരി പറയാനുണ്ട്. വക്ര നക്ഷത്രം എന്ന് പറഞ്ഞൊരു നക്ഷത്രത്തെ കാണിക്കുന്നുണ്ട്. അത് സാത്താന്യ ശക്തിയെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വീണുപോയ സാത്താന്യ ദൂതന്മാരെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ അവസാനം പാതാളത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അല്ലാതെ തന്നെ ആകാശമണ്ഡലത്തിലേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തില്, സങ്കീർത്തനം 147-ന്റെ 4, 19-ാം സങ്കീർത്തനം, അങ്ങനെ നിരവധി സ്ഥലങ്ങളിലാണ് ഹല്ലേലൂയ ദൈവ വൈതലിനെ, നക്ഷത്രത്തെ പറ്റി, ഇസ്രയേലിനെ പറ്റി, പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഞാൻ നക്ഷത്രങ്ങളെ ഒക്കെ പേർ ചൊല്ലി വിളിക്കുന്നു, ഹല്ലേലൂയ അവരെ സംഖ്യാക്രമത്തിൽ അതിൻ്റെതായ കാലങ്ങളിൽ കൊണ്ടുവരുന്നു, അവരുടെ എണ്ണം ഒന്നും കുറഞ്ഞു പോകത്തില്ല എന്നാണ്. ഹല്ലേലൂയ. ദൈവം പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത് ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെയാണ്. ഈ ഭൂമിയിലെ വീനസ് എന്നും സൂര്യനെന്നും ചന്ദ്രനെന്നും മനുഷ്യനിട്ട പേരുകളല്ല യഹോവയായ ദൈവം സ്വർഗമണ്ഡലത്തിൽ ഇട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾക്ക്. നമുക്കൊരു പുതിയ പേര് കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നാം നീതിമാന്മാരായി ഹല്ലേലൂയ കർത്താവിനെ കൈക്കൊണ്ടതായ സന്ദർഭത്തിൽ ആരും അറിയാത്ത ഒരു പുതിയ പേര്, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് നമുക്ക് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നാം മറന്നു പോകരുതേ. ഹല്ലേലൂയ. നാം ആകാശമണ്ഡലത്തിലേക്ക് നോക്കുക. സന്ധ്യയെങ്കിൽ ആകാശമണ്ഡലത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണാനായിട്ട് സാധിക്കും. അവ നിന്ന് പ്രകാശിക്കുകയാണ്. അതിലെ ഹല്ലേലൂയ ഇപ്പം വായിച്ച വാക്യപ്രകാരം ഹല്ലേലൂയ അതിന്റെ സംഖ്യ, അതിന്റെ നമ്പർ ഒന്നും കുറഞ്ഞു പോകത്തില്ല.
അതിനെ അതിന്റെ കാലത്തിലെ ഹല്ലേലൂയ നക്ഷത്രങ്ങളെ ഹല്ലേലൂയ സൂര്യനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ ഹല്ലേലൂയ അതിന്റെ ചക്രങ്ങളിൽ കറങ്ങത്തക്കവണ്ണം ദൈവം പ്രത്യേകം സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും ഒക്കെയും ദൈവം അതിൻ്റെതായിട്ടുള്ള ചക്രങ്ങളിൽ ഹല്ലേലൂയ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ഹിതപ്രകാരം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നമ്പർ ഒന്നും കുറഞ്ഞു പോകത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആകാശമണ്ഡലത്തിലേക്ക് നോക്കുമ്പോൾ നാം കൊച്ചിലെയൊക്കെ ഹല്ലേലൂയ ആകാശത്തിലേക്ക് നോക്കുമല്ലോ. ഹല്ലേലൂയ മുറ്റത്തിറങ്ങി ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ ഒരു സൈഡിൽ നിന്ന് പെട്ടെന്ന് ഹല്ലേലൂയ മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ പറന്നു പോകുന്നതായ നക്ഷത്രങ്ങളെ നാം കാണും. അതിന് നാം കൊടുക്കുന്ന പേരാണ് വാല് നക്ഷത്രമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ശാസ്ത്രജ്ഞന്മാർ അതിന് കൊടുത്തിരിക്കുന്നത് ഉൽക്കകൾ എന്നാണ്. ഉൽക്കകൾ ഹല്ലേലൂയ മീറ്ററോയിഡ്സ്. ഹല്ലേലൂയ സ്തോത്രം. ഈ ഉൽക്കകൾ ഹല്ലേലൂയ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പെട്ടെന്ന് ശോഭിക്കുന്നത് കാണാൻ സാധിക്കും. മിനിറ്റിനകം എരിഞ്ഞു പോകും. ഹല്ലേലൂയ. നാം ഉൽക്കകളായിരിക്കുവാനായിട്ടല്ല, പെട്ടെന്ന് ഹല്ലേലൂയ ഒരു പേരുണ്ടാക്കിയിട്ട് നശിച്ചു പോകാനായിട്ടല്ല, നക്ഷത്രങ്ങളെ പോലെ കർത്താവിന്റെ ഉള്ളം കയ്യിലിരുന്ന് കർത്താവിന് വേണ്ടി പ്രശോഭിക്കുന്ന ബുദ്ധിമാന്മാരായി നീതിമാന്മാരായി ദാനിയേലിനെ പോലെ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെ പോലെ പ്രശോഭിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കട്ടെ. രാത്രിയിലാണ് നക്ഷത്രങ്ങളുടെ ശോഭ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാം പകലിലേക്ക് നോക്കുക, ആ നക്ഷത്രങ്ങൾ മാറിപ്പോയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നക്ഷത്രങ്ങളെ നാം കാണുന്നില്ല. ഹല്ലേലൂയ. നാം ഒരു അന്ധകാര യുഗത്തിലാണ് ആയിരിക്കുന്നത്. ഈ അന്ധകാര യുഗത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിപ്പാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവവചനം പഠിക്കുന്നതായ സന്ദർഭത്തിൽ ദൈവം തലമുറകൾക്ക് പ്രത്യേക കെയറാണ് ചെയ്തിരിക്കുന്നത്. അത് ഉൽപ്പത്തി മുതൽ നാം നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തലമുറകളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവം. ഇവിടെ ഹല്ലേലൂയ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ അവിശ്വാസവും കോട്ടയും ഉള്ളതായ തലമുറയെ ഹല്ലേലൂയ സ്തോത്രം പാതീവൃത ഭംഗം വരുത്തിയിരിക്കുന്ന, അത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഹോർ അഥവാ ഒരു ഹാർലറ്റ്, ഹല്ലേലൂയ അവിശ്വസ്തയായ ഭാര്യയ്ക്ക് തുല്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവിശ്വാസവും കോട്ടയും ഉള്ളതായ തലമുറയെ അങ്ങനെ കാണുമ്പോൾ അവരുടെ മക്കളെ ഹല്ലേലൂയ വാഗ്ദത്തം പ്രാപിക്കുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് 31-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾ വാഗ്ദത്ത ദേശം പിടിച്ചടക്കുമെന്നാണ് 31-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാം അങ്ങനെയല്ല. നമ്മുടെ തലമുറകളൊക്കെ മൈ ഫാദർ, മൈ മദർ, മൈ ഗ്രാൻഡ് ഫാദർ, മൈ ഗ്രാൻഡ് മദർ, they truly serve the Lord. They have the fear of God. Hallelujah. അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്നുള്ള നല്ല സാക്ഷ്യം നമ്മുടെ മക്കളിൽ നിന്നും മാത്രമല്ല, നമ്മുടെ കൊച്ചുമക്കളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും ഒക്കെയും കേൾപ്പാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. അവരൊക്കെ ഇപ്പോൾ അത് മനസ്സിലാക്കുന്നില്ലെങ്കിലും ഒരു പ്രായമാകുമ്പോൾ നാം ദൈവത്തോട് പറ്റിയിരുന്നത് അവർ ശ്രദ്ധിക്കുകയും അവരും ആ അനുഭവത്തിലേക്ക് വരുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്യും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഫാദറിന്റെ മദർ, എൻ്റെ ഫാദർ ഒരാളേ ഉള്ളൂ, എൻ്റെ ഫാദറിന്റെ മദറെ മരിച്ചതായ സന്ദർഭത്തിൽ എൻ്റെ അമ്മ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞത്, അമ്മയ്ക്ക് നമ്മുടെ വീടിന്റെ ഒരു വിളക്കായിരുന്നു. അമ്മ രാവിലെ എൻ്റെ ഗ്രാൻഡ് മദറിനെ അമ്മ എന്നാ വിളിക്കുന്നത്, എൻ്റെ മദറിനെ ഞാൻ അമ്മാമ്മ എന്നാ വിളിക്കുന്നത്. അപ്പോൾ അമ്മ രാവിലെ എഴുന്നേറ്റ് ഒരു പ്രാർത്ഥനയും, ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ അമ്മ വന്നാണ് കൈവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ വീടിന്റെ വിളക്ക്, ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യം
അമ്മയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വല്യമ്മച്ചി എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമോ അതുപോലെ എൻ്റെ അമ്മയാ നേരത്തെ പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അമ്മയായിരുന്നു അതിന്റെ പ്രാർത്ഥനയുടെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നത്. പിതാക്കന്മാർ പ്രാർത്ഥിക്കും, എന്നാൽ ഒരു വിളക്കിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ അത് ഏറ്റെടുക്കുന്നത് ഞാൻ കാണുവാനായിട്ട് സാധിച്ചു. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഹല്ലേലൂയ, ഒരു തലമുറ മാറിപ്പോകാലും മറ്റൊരു തലമുറ ആ ദീപം ശോഭിപ്പിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് മുമ്പോട്ട് വരും. ഹല്ലേലൂയ. നാമൊക്കെ ഈ മണ്ണിൽ നിന്ന് മറഞ്ഞു പോയാലും നമ്മുടെ തലമുറ ഹല്ലേലൂയ സ്തോത്രം ആ ദീപം, ആ വിശ്വാസം ഹല്ലേലൂയ സ്തോത്രം കൈക്കൊണ്ടുകൊണ്ട് അവർ മുമ്പോട്ട് വന്നേ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കുകളായി തീരുവാനിടയായിത്തീരും. ഒരു അന്ധകാര യുഗത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ അന്ധകാര യുഗത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിപ്പാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. ദൈവവചനത്തിൽ അനേക പുസ്തകങ്ങൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി മാത്രം എഴുതിയിട്ടുണ്ട്. അവരെ പ്രത്യേകം ഊന്നിക്കൊണ്ടുള്ളതായ പുസ്തകങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, മോശയുടെ പഞ്ചകങ്ങൾ മുതൽ നമുക്കത് കാണാം. ഡിട്രോണമി, ആവർത്തന പുസ്തകം, ഹല്ലേലൂയ സ്തോത്രം, ഒരു പുതിയ തലമുറയ്ക്ക് വാഗ്ദത്ത ദേശത്തെ പ്രവേശിക്കുന്നതിന് മുമ്പേ, മോശയുടെ മരണത്തിന് ചില ആഴ്ചകൾക്ക് മുമ്പേ കർത്താവിന്റെ ആലോചന പ്രകാരം പുതിയ തലമുറയ്ക്ക് ഹല്ലേലൂയ ആ വാഗ്ദത്തങ്ങളും അതുപോലെ തന്നെ കർത്താവിൽ നിന്ന് പ്രാപിച്ച ഓറക്കിൾസ് ഹല്ലേലൂയ സ്തോത്രം ദൈവീകമായ ആലോചനകളെല്ലാം സംയുക്തമായി കൊടുത്തിരിക്കുന്ന തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്ക് കൊടുത്തിരിക്കുന്ന പുസ്തകം ആവർത്തന പുസ്തകം. പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ദിനവൃത്താന്ത പുസ്തകങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം. ദിനവൃത്താന്ത പുസ്തകം 1, 2 ദിനവൃത്താന്ത പുസ്തകം ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം എസ്രാ ശാസ്ത്രി എഴുതിയ പുസ്തകമാണ്. അതെന്തിനാണെന്ന് അറിയാമോ? പുതിയ തലമുറ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നവർക്ക് ഹല്ലേലൂയ സ്തോത്രം അവരുടെ റൂട്ട് ഏതായിരുന്നു, അവരെവിടെ നിന്നുള്ളവരാണ്, അവരുടെ വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണ്, അവരെ പറ്റിയുള്ള ദൈവ ഉദ്ദേശം എന്തൊക്കെയാണ് എന്നൊക്കെ ഗ്രഹിപ്പിക്കേണ്ടതിന് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് 1, 2 ദിനവൃത്താന്തം. അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ പുസ്തകം ശമൂവേലെ രാജാക്കന്മാർ കഴിഞ്ഞിട്ട് വീണ്ടും ക്രോണിക്കൽസ് വരുവാൻ തക്കവണ്ണം ഇടയായത്. ദൈവത്തിന് സ്തോത്രം. നാം എബ്രായ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ പഴയ നിയമത്തിന്റെ അവസാന ഭാഗത്താണ് ക്രോണിക്കൽസ് ചേർത്തിരിക്കുന്നത്, ദിനവൃത്താന്തം ചേർത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് എസ്ര, നെഹമായ, എസ്തർ, അതുപോലെ തന്നെ ഹഗായി, സെക്കറിയാവ്, മലാഖി, ഇതെല്ലാം പുതിയ തലമുറയ്ക്ക് വേണ്ടി മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്. പല സങ്കീർത്തനങ്ങളും കുറഞ്ഞത് വേദശാസ്ത്രിമാരുടെ അഭിപ്രായ പ്രകാരം 6 സങ്കീർത്തനങ്ങളെങ്കിലും പ്രവാസത്തിന് ശേഷം വന്നിട്ടുള്ള തലമുറകൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയൊക്കെ ആയിരുന്നു എന്ന് സങ്കീർത്തനത്തിൽ കാണുന്നത് പ്രവാസത്തിൽ നിന്ന് വന്നവരെ പറ്റിയാണ് ഹല്ലേലൂയ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇത് അറിയിക്കുന്നത്? ഹല്ലേലൂയ, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ ആലോചനയിൽ ഹല്ലേലൂയ ഒരു തലമുറ മാറിപ്പോയാലും മറ്റേ തലമുറയ്ക്ക് വേണ്ടി അരുളപ്പാടുകൾ ദൈവം ഈ ജീവന്റെ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ദൈവം തലമുറയെ കെയർ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഹാഗാറും ഇസ്മയിലും കൂടെയാണ് പറഞ്ഞയക്കപ്പെട്ട് ഒരു തുരുത്തി വെള്ളവുമായിട്ട് പോകുന്നത്. തുരുത്തിയിലെ വെള്ളമെല്ലാം തീർന്ന് ഹല്ലേലൂയ കുടിക്കുവാൻ വെള്ളമില്ലാതെ ആ കുഞ്ഞിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹാഗാറ് ഒരു കല്ലേറ് ദൂരത്തോളം പോയിരുന്ന് കരയുന്ന സന്ദർഭത്തിൽ ഹാഗാറ് കരയുന്ന കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ദൈവം ഹാഗാറിനോ ആലന്റെ കാര്യത്തിൽ ഞാൻ കിട്ടുന്ന
ആഗാർ അവിടെ കരയുന്ന കാര്യം വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന. ആഗാർ നിലവിളിക്കുക, എന്റെ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണുന്നുണ്ടായിരുന്നു. ദൈവം ആഗാറിനോട് പറയുന്നത് നിന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ കേട്ടല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ തലമുറയുടെ കണ്ണുനീര് കാണുന്ന, തലമുറയുടെ കരച്ചില് കാണുന്ന, ഹല്ലേലൂയ സ്തോത്രം, ഒരു ദൈവം തലമുറയെ നക്ഷത്രം പോലെ ഇരുണ്ട സ്ഥലത്തെ പ്രകാശിക്കുന്ന വിളക്കു പോലെ ആക്കി തീർക്കുന്ന ദൈവം, ആ ദൈവം കരുതുന്നവനായ കർത്താവെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള ദൂതാണ് ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ തലമുറകളെ കർത്താവ് സ്നേഹിക്കുന്നു. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാം. അവരെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഒരുക്കിയെടുക്കാം. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇന്ന് രാത്രി കാലം നമ്മളെ കേൾപ്പിച്ച ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ആലോചനയാവും നാം കേട്ടത്. തലമുറകളുടെ ദൈവം, തലമുറകളായി നമ്മുടെ സങ്കേതവും കോട്ടയും ഗോപുരവും ആശ്രയവും പരിചയം രക്ഷയും കൊമ്പും ശൈലമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മളെ ഉറപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ആലോചന ഈ രാത്രി കാലം നമുക്ക് കേൾപ്പാൻ ഇടയായി തീർന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കനാൻ ദേശം ഉറ്റുനോക്കിയവരെ സംബന്ധിച്ചും, ഹല്ലേലൂയ സ്തോത്രം, ജനത്തെ ഉറപ്പിച്ചവരെ സംബന്ധിച്ചും ഈ രാത്രി കാലം നമുക്ക് കേൾപ്പാൻ ഇടയായി തീർന്നുവല്ലോ. ഹല്ലേലൂയ. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ഹല്ലേലൂയ ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവന്റെ സന്തതി അത് കൈവശമാക്കും. ദൈവമക്കളെ, ദൈവത്തിന്റെ വാക്തത്വത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ദൈവഭക്തൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മളെ ഓർമ്മിപ്പിച്ചത് നമുക്ക് നമ്മുടെ തലമുറകളായി വാക്തത്വങ്ങൾ നിവർത്തിച്ചിരുന്ന ദൈവമാവും. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാകുന്നു എന്നുള്ള കാര്യം രാത്രികാലം യോശുവയും കാലേബും ഹല്ലേലൂയ സ്തോത്രം ആ ദേശത്തേക്ക് കടന്ന് രണ്ട് പേര് ഹല്ലേലൂയ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പറ്റി നിന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വിടുതൽ അനുഭവിപ്പാൻ കഴിയുള്ളൂ. കനാൻ ദേശം ഹല്ലേലൂയ അതിവിശിഷ്ടമായ ഹല്ലേലൂയ സമൃദ്ധിയായ ഒരു രാജ്യം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം തന്റെ മക്കൾക്ക് സ്വസ്ഥത അനുഭവിപ്പാൻ ഹല്ലേലൂയ അടിമ വീട്ടിലായിരുന്ന സന്ദർഭം നാം ഓർക്കണം. ഒരു സ്വസ്ഥതയില്ലാതെ ഹല്ലേലൂയ കഴിഞ്ഞുകൂടി ദൈവത്തിന്റെ പൂജ കലരാൻ ഹല്ലേലൂയ സകല ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ജാതികളെ ഹല്ലേലൂയ ഇളക്കിക്കൊണ്ടാവുന്നവരുടെ ശത്രുക്കളുടെ നടുവിൽ കൂടെ ദൈവത്തിന്റെ ഭുജകാരങ്ങളായി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മൗനമായിട്ട് കടന്നു വന്നതല്ല. ദൈവത്തിന്റെ ഭുജകാരങ്ങൾ പരിശുദ്ധാത്മാവ് കുടുംബത്തോടെ ഇറങ്ങിയതുപോലെ തന്നെ മിസ്രയീമിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ സ്വസ്ഥത അനുഭവിപ്പാൻ ശത്രുക്കളുടെ മല്ലന്മാരുടെ നടുവിൽ കൂടെ ഒരു ദുഷ്ടയുടെ ശത്രുവും തൊടാതെ വന്ന അതിന്റെ മധ്യത്തിൽ എത്ര ശ്രേഷ്ഠമേറിയ പാട്ടും പാടി ആനന്ദിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തിറങ്ങിയ ജനം മരുഭൂമിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ എത്രമാത്രം വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും അതിശയങ്ങളും കണ്ടിട്ടും ഹല്ലേലൂയ സ്തോത്രം അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന രാത്രി കാലം ദൈവവചന കേൾവി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ദൈവവചന കേൾവിയിൽ മാർദ്ദവപ്പെടുത്തുവാനുള്ളതാ, കഠിനപ്പെടുത്തുവാനുള്ളതാ. നമ്മുടെ കുടുംബക്കാർ, കൂട്ടുകാരെല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സകല അനുഗ്രഹ സമൃദ്ധി എല്ലാവരുടെ മേലും ദൈവം വീണ്ടും പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവമേ, പുത്രനാം ദൈവമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, ഏക ദൈവത്തിന്റെ വിലപ്പെട്ട തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഏക ദൈവത്തിന് വിലപ്പെട്ട സാന്നിധ്യം വിട്ട് അടികളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചല്ലോ. വചനത്തിന്റെ വാലുകളുടെ ഭക്തി തുറന്നു കൊടുത്തു. അവിടുത്തെ ശബ്ദങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ സുഖവർഗങ്ങളും രാത്രിയാമങ്ങളൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാനൊക്കെ അടികളെ സഹായിക്കണമേ. എല്ലാ മഹത്വവും അർഹപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം. സ്വർഗ്ഗസ്ഥ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ശിശുക്കളെല്ലാവരും നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ സംസർഗവും എല്ലാ മക്കളുടെ മേലും ഭൂലോട് സകല വിശുദ്ധന്മാരുടെ മേലും ഇന്ന് എന്നേക്കും കർത്താവിന്റെ
രണ്ടാമത്തെ മേഘപ്രത്യക്ഷത ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് us all. ഞങ്ങൾ ആരാധിക്കുന്നു ദൈവമേ, നീ മാത്രം സർവശക്തൻ. ദൈവഭയം നമ്മിൽ വളരട്ടെ, ദൈവസ്നേഹം നമ്മിൽ നിറയട്ടെ. ദൈവഭയം നമ്മിൽ വളരട്ടെ, ദൈവസ്നേഹം നമ്മിൽ നിറയട്ടെ. ദൈവത്തിൻ സന്നിധിയിൽ താഴട്ടെ, ദൈവത്തെ നന്ദിയാൽ സ്തുതിച്ചിടട്ടെ. ദൈവത്തിൻ സന്നിധിയിൽ താഴട്ടെ, ദൈവത്തെ നന്ദിയാൽ സ്തുതിച്ചിടട്ടെ. ദൈവമേ, നീ മാത്രം സർവശക്തൻ. കിടുങ്ങുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു. ഭൂമി കിടുകിടക്കിടുങ്ങുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു. ജനം പരിഭ്രാന്തരയോടുന്നു, പതിനായിരങ്ങൾ വീണു മരിക്കുന്നു. ജനം പരിഭ്രാന്തരയോടുന്നു, പതിനായിരങ്ങൾ വീണു മരിക്കുന്നു. ദൈവമേ, നീ മാത്രം സർവശക്തൻ, നിൻ വചനവും എത്ര സത്യമതേ. ദൈവമേ, നീ മാത്രം സർവശക്തൻ, നിൻ